Praise the Lord. Hallelujah. വലതേ ഹാലലുയ. സന്തോഷത്തോടെ കാര്യങ്ങൾ വീശി ഹാലലുയ. ജീവനോടെ ഹാലലുയ. ഹാലലുയ. നമുക്ക് എഴുന്നേറ്റ് ഒരു 4 ലൈൻ പാട്ട് പാടി ഒന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി അടുത്ത സെഷനിലേക്ക് പോകും. എഴുന്നേറ്റ് നിൽക്കാം. കലമണിക്കാം. ശക്തമായി കലമണിച്ച് എല്ലാവരും ചേർന്ന് പുറകിൽ നിൽക്കുന്ന എല്ലാവരും കരമുയർത്തി അടിക്കാം. സന്തോഷത്തോടെ ചുവടുകൾ മാറ്റി ചുവടെ ദാവീദെ പോലെന്നും നൃത്തം ഞാൻ ചെയ്യും. ഹല്ലേലൂയാ മഹത്വം. എല്ലാ കരങ്ങളും ഉയർത്താം. കൈത്താളത്താലെന്നും വന്നിച്ചിടും ഞാൻ. ഹല്ലേലൂയാ മഹത്വം. ദാവീദെ പോലെന്നും നൃത്തം ഞാൻ ചെയ്യും. ഹല്ലേലൂയാ മഹത്വം. കരമുയർത്താം. കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും ഞാൻ. ഹല്ലേലൂയാ മഹത്വം. ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടും കർത്താവിലെന്നും മഹത്വം. ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടും കർത്താവിലെന്നും മഹത്വം. Praise the Lord. ഇരിക്കാം. സങ്കീർത്തനം 103:2 എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. കർത്താവിൻ്റെ വചനം പറയുകയാണ്, ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നൈറ്റ് വിജിലുകളിൽ ദൈവം അത്ഭുതകരമായി ചെയ്ത നിരവധി അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ ഇതിനോടകം ശാലോമിൽ ലഭിച്ചിട്ടുണ്ട്. ധാരാളമുണ്ടത്. അതിൽ നിന്ന് ഏതാനും കത്തുകളെ നിങ്ങളുമായി പങ്കുവച്ച് അനുഗ്രഹം കിട്ടിയ മേഖലകളെ ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിച്ച് മഹത്വപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഈ സെഷൻ നയിക്കുന്നത് ശാലോം ശുശ്രൂഷകനായ മാത്യു ജോസഫാണ്. അദ്ദേഹത്തോടൊപ്പം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് നന്ദി പറയാം. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ചെയ്ത മഹനീയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് കരമുയർത്തി ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിന്റെ നിസ്സാരത മനസ്സിലാക്കിക്കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തോബിത്തിന്റെ പുസ്തകം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ നാമത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമായ ഒരു പ്രവൃത്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ പ്രവർത്തികൾ ലോകസമക്ഷം പ്രസിദ്ധമാക്കുന്നത് മഹനീയമായ ഒരു പ്രവൃത്തിയാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ബോധ്യത്തോടെ ഈ വചനത്തിന്റെ അഭിഷേകം കാഴ്ച നമ്മുടെ ഹൃദയത്തിൽ നിറയപ്പെടുവാൻ വലതുകരം ഉയർത്തി നമുക്ക് ഈ വചനം ഏറ്റുപറഞ്ഞെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പ്രവർത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമായ ഒരു പ്രവൃത്തിയത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മാസങ്ങളിൽ കർത്താവ് ഈ ശുശ്രൂഷയിലൂടെ ചെയ്ത മഹനീയമായ ചില പ്രവൃത്തികൾ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നു, ലോകസമക്ഷം നമ്മൾ ഉയർത്തുന്നു. അതിലൂടെ ദൈവവും ദൈവരാജ്യവും മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യത്തെ സാക്ഷ്യം നമ്മൾ പരിഗണിക്കുന്നത് പാച്ചാളത്ത് നിന്ന് മീര ജോസി എഴുതിയ ഒരു കത്താണ്. നമുക്കറിയാം, വിവാഹ ജീവിതത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ സ്വപ്നം ഒരപ്പനാകുക,
ഒരമ്മയാകുക എന്നത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, 12 വർഷക്കാലം ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന് ദൈവത്തിൽ നിന്ന് സ്വന്തമാക്കിയ ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യമാണ് കർത്താവ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. നമുക്കത് വായിച്ചു കേൾക്കാം. എൻ്റെ പേര് മീര. വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി. ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഭർത്താവ് 6 വർഷത്തോളം ഗൾഫിലായിരുന്നു. 9 വർഷമായപ്പോൾ ഒരു മകൾ ജനിച്ചു. ആ മോൾ 42 ദിവസമായപ്പോൾ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. എങ്കിലും ഞങ്ങൾ നിരാശരായില്ല. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. വലിയൊരു സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ. ദൈവം ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഒരു കുഞ്ഞിനെ നൽകിയിട്ടും ദൈവം അതിനെ തിരിച്ചെടുത്തിട്ടും അവർ നിരാശരായില്ല. പ്രഭാഷക പുസ്തകം 44-ാം അധ്യായത്തിന്റെ 20-ാം വചനം ഇങ്ങനെയാണ് പറയുന്നത്: പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ തന്റെ വിശ്വസ്തത തെളിയിച്ചു. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ഇവർ പരീക്ഷിക്കപ്പെട്ടപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് അവരെ ഇടറിയില്ല, നിരാശപ്പെട്ടില്ല. വീണ്ടും അവർ കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അവർ എങ്കിലും നിരാശപ്പെടാതെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 3.5 വർഷങ്ങൾക്ക് ശേഷം ഭർത്താവ് വിദേശത്തേക്ക് പോയി. തുടർന്ന് ഞാനും അങ്ങോട്ട് പോകുവാനായിട്ട് ഇടയായി. അവിടെ ഞങ്ങൾ സൗദി അറേബ്യയിൽ എത്തി. എപ്പോഴും ഞങ്ങളുടെ ഏക ആശ്രയം ഷാലോം ടിവിയിലെ ആദ്യ വെള്ളിയാഴ്ച നോക്കിയിരിക്കലായിരുന്നു. ഓരോ ആഴ്ചയും ഇവർ ഈ ശുശ്രൂഷകളെ വളരെ ഗൗരവത്തോടെ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു നൈറ്റ് വിജിലിൽ അവർ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സഹോദരിക്ക് ഒരു ചിന്ത നൽകുകയാണ്. ഇനിയും എനിക്കൊരു കുഞ്ഞിനെ ജന്മം കൊടുക്കുവാൻ കഴിയും, എനിക്കും സാധിക്കും. അങ്ങനെ ഒരു ചിന്ത ഈ മകളുടെ മനസ്സിൽ ഇങ്ങനെ രൂപപ്പെടുകയാണ്. അങ്ങനെ കരഞ്ഞ് ടി വിയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് കണ്ണുകൾ തുറക്കുമ്പോൾ അവർ കാണുന്നത് തൊട്ടടുത്ത മാസത്തെ കൂട്ടായ്മയിൽ കർത്താവ് ചെയ്ത മഹനീയമായ ഒരു പ്രവൃത്തി സാക്ഷി ശുശ്രൂഷയിലൂടെ ആ സമയം വെളിപ്പെടുത്തുന്ന സമയമായിരുന്നു. അവിടെ ഇവർ കേൾക്കുകയാണ്, 6 വർഷമായി കുഞ്ഞുങ്ങളില്ലാതിരുന്ന ദമ്പതികൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒരു കുഞ്ഞുങ്ങളെ ലഭിച്ച ഒരു സാക്ഷ്യമായിരുന്നു അവർ കേട്ടുകൊണ്ടിരുന്നത്. അത് കേൾക്കുകൂടി ചെയ്തപ്പോൾ അവരുടെ വിശ്വാസം വർദ്ധിച്ചു. അവരാഴമായ ദൈവത്തിൽ ശരണപ്പെട്ടു. അവരങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത്ഭുതമെന്ന് പറയട്ടെ, അവർ പറയുകയാണ്, ഒക്ടോബർ മാസത്തിൽ ഡോക്ടറെ കാണുവാൻ ചെല്ലുമ്പോൾ ഞാൻ ഗർഭിണിയായെന്ന വിവരമാണ് ഞാൻ അറിയുന്നത്. യാതൊരുവിധ മരുന്നുമില്ലാതെയാണ് ഞാനിപ്പോൾ ഗർഭിണിയായത്. ഈ കത്ത് ഞാൻ എഴുതുമ്പോൾ 1 വയസ്സും 3 മാസവുമായ ഒരു മകൾ എനിക്കുണ്ട്. മെറീന എന്നവളാണ് അവളുടെ പേര്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമഹത്വത്തിനായി കത്തും ഫോട്ടോയും അവ വ്യക്തി സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്ക് ഈ ഫോട്ടോയിൽ കാണാൻ കഴിയും. കരമടിച്ച് കർത്താവിൻ്റെ പ്രവൃത്തിയെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. വലിയ ഉണർവോടെ സന്തോഷത്തോടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഗാനങ്ങൾ പാടിപ്പുകഴ്ത്തിയിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. സ്തോത്രഗാനങ്ങൾ പാടിപ്പുകഴ്ത്തിയിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നിന്റെ നാമമല്ലോ എന്നും എന്റെ ആശ്രയം, നിന്റെ നാമമല്ലോ എന്നും എന്റെ ആശ്രയം. നിന്നിൽ മാത്രം ഞാൻ എന്നും ആനന്ദിക്കും, നിന്നിൽ മാത്രം ഞാൻ എന്നും ആനന്ദിക്കും. നിന്നിലല്ലോ നിത്യ ജീവഉറവാ, ജീവവഴിയും നീ മാത്രമല്ലോ. നിന്നിലല്ലോ നിത്യ ജീവഉറവാ, ജീവവഴിയും നീ മാത്രമല്ലോ. സ്തോത്രഗാനങ്ങൾ പാടിപ്പുകഴ്ത്തിയിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. സ്തോത്രഗാനങ്ങൾ പാടിപ്പുകഴ്ത്തിയിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. പ്രഭാഷക പുസ്തകം 35-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ഈ സമയം സംസാരിക്കുകയാണ്. അവിടെ വചനം പറയുകയാണ്, അനാഥന്റെ പ്രാർത്ഥനകളോ
വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ മനോഹരമായ ഒരു സാക്ഷ്യമാണ് നമ്മളിവിടെ ശ്രവിക്കുവാൻ പോകുന്നത്. വിധവയായ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു മകൾക്ക് ദൈവം എല്ലാമായി മാറിയ, അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരമായി മാറിയ മനോഹരമായ ഒരു അനുഭവമാണിത്. എന്നെ ശ്രവിക്കുന്ന അനേകരിൽ പ്രിയപ്പെട്ടവരെ, ഏകാന്തതയുടെ ദുഃഖം പേറുന്നവരുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. ഭർത്താവ് നഷ്ടപ്പെട്ട, ഉറ്റവർ നഷ്ടപ്പെട്ട, ഉടയവർ നഷ്ടപ്പെട്ട നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഈ സാക്ഷ്യത്തിലൂടെ സംസാരിക്കുകയാണ്. ദൈവത്തെ നിങ്ങൾ ആശ്രയിച്ചാൽ ദൈവം നിങ്ങളുടെ ഭർത്താവായി, ദൈവം നിങ്ങളുടെ കൂട്ടുകാരനായി, ദൈവം നിങ്ങളുടെ സമസ്തവുമായി കടന്നു വരുമെന്ന് ഈ സാക്ഷ്യത്തിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ശ്രദ്ധാപൂർവം ഈ സാക്ഷ്യം ശ്രവിക്കാം. കട്ടപ്പനയിൽ നിന്ന് മിനി ദേവസിയാണ് ഈ കത്തെഴുതുന്നത്. ഷാലോം TV നൈറ്റ് വിജിലിൽ പതിവായി പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. ഈ നൈറ്റ് വിജിൽ പ്രാർത്ഥനയിലും ആരാധനയിലും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയും വെറുതെ ആയിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ നല്ല ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 2.5 വർഷമായിരിക്കുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങളുടെ മക്കളുടെ പഠന സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഷാലോമിലെ നൈറ്റ് വിജിൽ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന് ഞാൻ സമർപ്പിക്കുമായിരുന്നു. അവരുടെ പഠനം, അഡ്മിഷൻ, താമസ സൗകര്യം എല്ലാം ദൈവപരിപാലനയിലാകുവാൻ ഞാൻ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ സുരക്ഷിതമായ ദൈവം എന്നെ പരിപാലിക്കുന്നു. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ അവർ പങ്കുവെക്കുകയാണ്. പ്രത്യേകമായി സാക്ഷ്യപ്പെടുത്താനുള്ളത്, ഞങ്ങളുടെ മകന്റെ സെമസ്റ്റർ പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും പാസ്സായാൽ ഷാലോമിലേക്ക് വായിച്ച് സാക്ഷ്യപ്പെടുത്തുവാൻ ഞാൻ നേർന്നിരുന്നു. നല്ലവനായ ദൈവം പ്രത്യേകമായ കൃപയാൽ എല്ലാ വിഷയങ്ങൾക്കും വിജയം നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. പിന്നീട് ഞങ്ങളുടെ മകന്റെ +2 നല്ല മാർക്കോടെ വിജയിപ്പിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിച്ചു. 83% മാർക്കോടെ അവളും പാസ്സായി കാണുവാനിടയായി. ഈ വിജയവും ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതോടൊപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഞങ്ങളുടെ പേരിൽ എഴുതി കിട്ടുവാൻ ഭർത്താവിന്റെ കുടുംബത്തിലുള്ളവരെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സ്ഥലം അവരൊരു മടിയും കൂടാതെ, തടസ്സവും കൂടാതെ അവർ എഴുതി തന്നു. അതിനും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ മകന് പഠിക്കുവാനുള്ള വിദ്യാഭ്യാസ ലോൺ കിട്ടുവാൻ വളരെയധികം തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഷാലോമിന്റെ നൈറ്റ് വിജിൽ പ്രാർത്ഥനയിലൂടെ ലോൺ ഒരു തടസ്സവുമില്ലാതെ അനുവദിച്ചു കിട്ടി. എല്ലാ കാര്യത്തിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ടവരെ, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടപ്പോൾ ഈ ദൈവദാസി വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അവൾക്കെല്ലാമായി ദൈവം മാറി. ദൈവത്തെ നമുക്ക് കരങ്ങളടിച്ച്, കരമുയർത്തിയടിച്ച് മഹത്വപ്പെടുത്താം. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും വിശ്വാസത്തോടെ പാടാം, വിശ്വാസത്തോടെ. ശുഭദിനമാഗതമാകും. തളരാതെ നിന്ന, പതറാതെ നിന്ന, ലജ്ജിച്ചു പോകയില്ല, ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. ഞാൻ ലജ്ജിച്ചു ഉണർവോടെ പാടി എല്ലാവരും ചേർന്ന് ഒരുമിച്ച്. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് വ്യത്യസ്തങ്ങളായ വഴികൾ തിരഞ്ഞെടുക്കുക സ്വാഭാവികമാണ്. നമ്മൾ മനസ്സിലാക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ അനുഗ്രഹങ്ങളും മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്നാണ് വരുന്നതെങ്കിലും ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ വ്യത്യസ്തങ്ങളായ വഴികൾ തിരഞ്ഞെടുക്കുന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മധ്യസ്ഥത വഴിയായുള്ള ദൈവാനുഗ്രഹങ്ങൾ. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. പരിശുദ്ധ കത്തോലിക്ക സഭ വളരെ അസന്നിഗ്ധമായി പഠിപ്പിക്കുന്ന സത്യമാണ്, വിശുദ്ധരുടെയും സർവോപരി പരിശുദ്ധയുടെയും മധ്യസ്ഥത വഴി ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ്യ. ഈ ബോധ്യമില്ലാത്തവരോ ഈ മേഖലയിൽ അറിവില്ലാത്തവരോ ആയ അനേകർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. അവർക്കുള്ള
ഒരു മറുപടിയാണ് മാതാവ് വഴി അനുഗ്രഹം ലഭിച്ച ഈ ദേവദാസിയുടെ സാക്ഷ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ വാക്കുകളിൽ നമുക്ക് വായിച്ചു കേൾക്കാം. ചെറുപുഴ സ്വദേശിയായ, കണ്ണിവയൽ സ്വദേശിയായ റോസ ജോസഫിൻ്റെതാണ് ഈ സാക്ഷ്യം. എൻ്റെ മകൾ മഞ്ജുവിന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതി അറിയിക്കുന്നത്. മഞ്ജു എറണാകുളത്ത് മെഡിക്കൽ സെന്ററിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. 2012 നവംബറിൽ ഒമാനിലേക്കുള്ള MOH എഴുതി പാസ്സായി. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും വിസ വരാത്തതിൻ്റെ വിഷമത്തിൽ അവൾ ഷാലോമിനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു. കൂടാതെ ഞങ്ങൾ എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും നൈറ്റ് വിജിലിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. 2013 മെയ് മാസത്തിലെ നൈറ്റ് വിജിൽ സമയത്ത് വിസയും ടിക്കറ്റും വരാൻ വേണ്ടി ഞങ്ങൾ ഇപ്രകാരം TV-യുടെ മുമ്പിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ, ഒക്ടോബർ മാസത്തിന് മുൻപായി വിസയും ടിക്കറ്റും വരികയും തടസ്സമൊന്നുമില്ലാതെ ജോലിയിൽ പ്രവേശിക്കുവാനും സാധിച്ചാൽ ഒക്ടോബർ മാസത്തിലെ നൈറ്റ് വിജിലിന് മുൻപായി അമ്മ തരുന്ന ഈ അത്ഭുത സാക്ഷ്യം എഴുതി അറിയിച്ചു കൊള്ളാമെന്ന് നേരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായി ഓഗസ്റ്റ് മാസം 7-ാം തീയതി വിസ വരികയും 31-ാം തീയതി ഒമാനിൽ എത്തുകയും സെപ്റ്റംബർ 2-ാം തീയതി ജോലിക്ക് കയറുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കുക, പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥത ചോദിച്ചപ്പോൾ ആ സമയം പോലും ക്രമപ്പെടുത്തിക്കൊണ്ട് ഒക്ടോബറിന് മുമ്പായി ഷാലോമിന്റെ ഓഫീസിൽ ഈ കത്ത് എഴുതി കടന്നു വരത്തക്ക വിധം പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിലൂടെ പ്രവർത്തിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സാക്ഷ്യത്തെ വളരെ സ്നേഹത്തോടെ പരിശുദ്ധ അമ്മ വഴി ദൈവപിതാവിന്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള വണക്കത്തിന്റെ മഹനീയത നാമും ലോകവും തിരിച്ചറിയാൻ വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ഒരുമിച്ച് അമ്മയെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അമ്മയോട് ചേർന്ന് ഹല്ലേലൂയ പാടി ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി ആരാധിക്കാം. വിശുദ്ധരോട് ഹല്ലേലൂയ, നമ്മുടെ അമ്മയോട് ചേർന്ന് പരിശുദ്ധ ത്രിത്വത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ആരാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 4-ാമത്തെ സാക്ഷ്യം നിലവിളി കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രകടമായ ഒരു പ്രവൃത്തിയെക്കുറിച്ചുള്ള സാക്ഷ്യമാണ്. പ്രാർത്ഥനയുടെ തത്സമയ സൗഖ്യത്തെക്കുറിച്ച് കർത്താവ് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരോടും സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഭർത്താവിന് ഭയങ്കരമായ നടുവേദനയായിരുന്നു. ഒട്ടും സഹിക്കുവാൻ സാധിക്കാത്ത വിധം അദ്ദേഹം ബുദ്ധിമുട്ടിയിരുന്നു. അദ്ദേഹം വിദേശത്തും ഞാൻ നാട്ടിലുമാണ്. തീരെ സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അദ്ദേഹം പറയുവാനും മരുന്നുകൾ മേടിക്കുവാനും തുടങ്ങിയത്. കുറേ മരുന്ന് കഴിച്ചെങ്കിലും കുറവുകളൊന്നും വന്നില്ല. പിറ്റേ ദിവസം MRI സ്കാനിങ് നടത്തുവാൻ തീരുമാനിച്ചു. ജോലിക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉളവായി. എന്നാൽ അന്ന് രാത്രി നൈറ്റ് വിജിലിൻ്റെ രാത്രിയായിരുന്നു. പ്രാർത്ഥനാ സമയത്ത് ഞാൻ നാട്ടിലിരുന്ന് ഗൾഫിലായിരിക്കുന്ന ഭർത്താവിന് വേണ്ടി TV-യുടെ മുമ്പിലിരുന്ന് കണ്ണുനീരോടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അവൾ പറയുകയാണ്, കൈ വിരിച്ച് ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ TV-യുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ പിറ്റേ ദിവസം MRI ചെയ്യുവാൻ പോലും പോകേണ്ടി വന്നില്ല. ആ സമയത്ത് തന്നെ കർത്താവ് തന്നെ സുഖപ്പെടുത്തിയെന്ന് പിറ്റേ പ്രഭാതത്തിൽ ഭർത്താവ് ഫോണിലൂടെ വിളിച്ചറിയിക്കുകയുണ്ടായി. പിന്നീട് ഇതുവരെ ആ നടുവേദന ഭർത്താവിന് അസ്വസ്ഥപ്പെടുത്തിയിട്ടില്ല. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ. കരങ്ങളൊന്ന് അടിച്ചുകൊണ്ട് ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവത്തെ വലിയ ആനന്ദത്തോടെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. എന്നേശുവേ നീ
എത്ര നല്ലവൻ, നീ എത്ര കാരുണ്യവാൻ, നിൻ സ്നേഹമോർത്താൽ എന്തൊരത്ഭുതം, ഓ നിത്യമാം സ്നേഹമേ. യേശുവേ നീ എത്ര നല്ലവൻ, നീ എത്ര കാരുണ്യവാൻ, നിൻ സ്നേഹമോർത്താൽ എന്തൊരത്ഭുതം, ഓ നിത്യമാം സ്നേഹമേ. Praise the Lord. ദൈവം അനുഗ്രഹിച്ചുയർത്തുന്ന ഈ മിനിസ്ട്രിക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ഈ സമയം ആത്മാവിൽ ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. വളരെ ഉണർവോടെ നമുക്ക് കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആയിരിക്കുന്ന ഇടങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയോട് നമുക്ക് സഹകരിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം ഷാലോ മിനിസ്ട്രി ഇന്നുള്ള അവസ്ഥയിൽ തുടരണമെന്നല്ല ആഗ്രഹിക്കുന്നത്, മറിച്ച് ഇതിൻ്റെ അതിരുകൾ വിസ്തൃതമായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പടർന്ന് ദൈവരാജ്യവും സഭയും വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളും ഈ കാലഘട്ടങ്ങളിൽ ദൈവം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അറിയിക്കട്ടെ. വിശ്വാസത്തോടെ അഭിഷേകത്തോടെ പ്രിയപ്പെട്ടവരെ ഇത് പറയുവാൻ സന്തോഷമുണ്ട്. ഞങ്ങളുടെ കൺമുമ്പിൽ ഞങ്ങളത് കാണുകയാണ്, അറിയുകയാണ്. ബോധ്യത്തോടെ ഉണർവോടെ വീണ്ടും നമുക്ക് ആത്മാവിൽ ഐക്യപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഷാലോ മിനിസ്ട്രിയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം വിശ്വാസത്തോടെ വലതുകരം കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഷാലോമിനെയും ഷാലോം ശുശ്രൂഷകളെയും ലോകത്തിന് മുഴുവൻ ഒരു അനുഗ്രഹമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോം ശുശ്രൂഷകളുടെ ശാലോം ശുശ്രൂഷകളുടെ അതിരുകൾ വിസ്തൃതമാകുവാൻ അതിരുകൾ വിസ്തൃതമാകുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോം ടിവിയെ ശാലോം ടിവിയെ വീണ്ടും അഭിഷേകം ചെയ്ത് വീണ്ടും അഭിഷേകം ചെയ്ത് ജനപദങ്ങൾക്ക് അനുഗ്രഹമായി ജനപദങ്ങൾക്ക് അനുഗ്രഹമായി ഉയർത്തണമേ, ഉയർത്തണമേ. സുവിശേഷം ഇന്നോളം കേൾക്കാത്ത സുവിശേഷം ഇന്നോളം എത്താത്ത രാജ്യങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് ഈ ശുശ്രൂഷ കടന്നു ചെല്ലട്ടെ. കടന്നു ചെല്ലട്ടെ. അനേകം ഭാഷകളിൽ അനേകം ഭാഷകളിൽ ശാലോം ശുശ്രൂഷകൾ ശാലോം ശുശ്രൂഷകൾ പ്രക്ഷേപണം ചെയ്യുവാൻ പ്രക്ഷേപണം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോമിന്റെ പ്രസിദ്ധീകരണ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രസിദ്ധീകരണ ശുശ്രൂഷകൾക്ക് വേണ്ടി വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചുയർത്തണമേ, അനുഗ്രഹിച്ചുയർത്തണമേ. അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. യേശുനാമത്തിൽ ഷാലോം ടൈംസ് അനുഗ്രഹിക്കപ്പെടട്ടെ. ഷാലോം ടൈംസിന്റെ തമിഴ് പതിപ്പിനെയും ഇംഗ്ലീഷ് പതിപ്പിനെയും അനുഗ്രഹിച്ചുയർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഷാലോമിന്റെ എല്ലാ ഔട്ട്റീച്ച് ശുശ്രൂഷകളെയും അഭിഷേകം ചെയ്യണമേ. ഷാലോം ധ്യാനങ്ങളിലൂടെ ഷാലോം കൺവെൻഷനുകളിലൂടെ അങ്ങയുടെ കരബലം പ്രകടമാകട്ടെ. അങ്ങാണ് യുഗങ്ങളുടെ ദൈവമെന്ന് ഏക കർത്താവെന്ന് ലോകം മുഴുവൻ അറിയുവാൻ ഈ ശുശ്രൂഷകളിലൂടെ അവിടുന്ന് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവായ യേശുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ശാലോം ശുശ്രൂഷകൾക്ക് വിവിധ രാജ്യങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാലഘട്ടത്തിന്റെ അഭിഷേകം അവരിൽ വെളിപ്പെടട്ടെ. അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ശാലോം ശുശ്രൂഷകരും ഈ സമയം വീണ്ടും അഭിഷേകം ചെയ്യപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം വിശ്വാസത്തോടെ പരസ്പരം കരങ്ങൾ കോർത്ത് പിടിച്ചുകൊണ്ട് ഷാലോമിന്റെ ശുശ്രൂഷകൾ അഭിഷേകം ചെയ്യപ്പെടുന്ന കണ്ടുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ, ആത്മാവിൽ ഐക്യപ്പെട്ട് ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്നു. ശാലോം ശുശ്രൂഷകളുടെ അങ്ങയുടെ സാന്നിധ്യം വീണ്ടും നിറയട്ടെ. അധികമായ അളവിൽ അങ്ങയുടെ കരബലം ഈ ശുശ്രൂഷകളിലൂടെ ലോകത്ത് പ്രകടമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യം വളരട്ടെ, സുവിശേഷം വളരട്ടെ, തിരുസഭ ഉണരട്ടെ, രാജ്യങ്ങൾ, ജനതകൾ, ഗോത്രങ്ങൾ ഉണരട്ടെ. ഒരു പുതിയ ബന്ധക്കുസ്ത ശാലോമിലൂടെ സംജാതമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. കരങ്ങളടിച്ച് കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഒരു പുതിയ ബന്ധക്കുസ്ത തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും ഞങ്ങൾക്കു നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. വീണ്ടും ഞങ്ങൾക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. അഭിഷേകത്തിൻ കൈകൾ നീ ശാലോമിൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ നീ ശാലോമിൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ നീ ശാലോമിൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ നീ ശാലോമിൽ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം കൂടെ ഇരുകരവും ഉയർത്തിപ്പിടിച്ച് ശാലോമിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ വിശ്വാസത്തോടെ നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ശാലോം ശുശ്രൂഷകളെ അനുഗ്രഹിക്കുവാൻ, അഭിഷേകം ചെയ്യുവാൻ, വളർത്തുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോം TV ശുശ്രൂഷകൾ തികച്ചും സൗജന്യമായി പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ കേബിൾ ഉടമകളെയും ജീവനക്കാരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ശാലോം ശുശ്രൂഷകളെ സാമ്പത്തികമായി സഹായിക്കുന്ന എല്ലാ SPF അംഗങ്ങളെയും അനുഗ്രഹിച്ചുയർത്തണമേ. അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ശാലോം ശുശ്രൂഷകളുടെ പ്രസിദ്ധീകരണങ്ങളുടെ എല്ലാ ഏജന്റുമാർക്കും വേണ്ടി വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഈ ശുശ്രൂഷയെ താങ്ങുന്ന എല്ലാ ജീവിതങ്ങളും അവരുടെ കുടുംബങ്ങളും അവരുടെ തലമുറകളും യേശുനാമത്തിൽ വാഗ്ദാന പ്രകാരം അഭിഷേകം ചെയ്യപ്പെടട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അവരുടെ ജീവിതങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ശുശ്രൂഷകരും ആത്മാവിൽ വീണ്ടും ബലം പ്രാപിക്കട്ടെ. വചനമനുസരിച്ച് ജീവിക്കുന്നവരവരെ മാറട്ടെ. ആത്മാവിൻ ശക്തിയാൽ നിറഞ്ഞിടാം കൃപകളെ നാം പ്രാപിക്കാം. ആത്മാവിൻ ശക്തിയാൽ നിറഞ്ഞിടാം കൃപകളെ നാം പ്രാപിക്കാം. തിരുവചനം പോൽ ജീവിക്കാം, സുഗന്ധം പരത്തിടാം, സുഗന്ധം പരത്തിടാം. ആത്മാവിൻ ശക്തിയാൽ നിറഞ്ഞിടാം കൃപകളെ നാം പ്രാപിക്കാം. ആത്മാവിൻ ശക്തിയാൽ നിറഞ്ഞിടാം കൃപകളെ നാം പ്രാപിക്കാം. തിരുവചനം പോൽ ജീവിക്കാം, സുഗന്ധം പരത്തിടാം, സുഗന്ധം പരത്തിടാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും. Praise the Lord.